ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെബ് സെക്യൂരിറ്റിയെ പറ്റിയാണ്. വെബ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം. ഇറ്റ്സ് ബേസിക്കലി എ ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻ റണ്ണിങ് ഓവർ ദ ഇൻ്റർനെറ്റ്. അപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 1 വേ അല്ല 2 വേ ആണെന്നും അറിയാം. അപ്പോൾ അവിടുന്ന് ഇവിടെ നമുക്ക് അങ്ങോട്ട് ആക്സസ് ഉള്ള പോലെ തന്നെ അവിടുന്ന് ഇങ്ങോട്ടും ആക്സസ്സുകൾ ഉണ്ടാവും. സോ വെബ് ഈസ് വളറബിൾ ടു അറ്റാക്സ് ഓൺ വെബ് സെർവേഴ്സ്. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ വലിയ കോർപ്പറേറ്റ്സ് അല്ലെങ്കിൽ കമ്പനീസ് ഒക്കെ ആണെങ്കിൽ അവർ വെബിനെ ഒരുപാട് റിലേ ചെയ്തിട്ടായിരിക്കും അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഒരു വെബ് സെർവർ ഡാമേജ് ആകുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുകയാണെങ്കിൽ അപ്പോൾ അവരുടെ റെപ്യൂട്ടേഷൻ പോയി, അതുപോലെ തന്നെ അവരുടെ പൈസയും നഷ്ടം വരും. അങ്ങനെയുള്ള പല ഇഷ്യൂസും ഉണ്ടാകും. നമ്മൾ ഉപയോഗിക്കുന്ന വെബ് സെർവേഴ്സ് നമുക്ക് കോൺഫിഗർ ചെയ്യാനും മാനേജ് ചെയ്യാനൊക്കെ കമ്പാരിറ്റീവ്ലി എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ കണ്ടൻറ്റ് ആഡ് ചെയ്യാനും എളുപ്പമായിരിക്കും. പക്ഷേ അതിന് ഇതെല്ലാം മാനേജ് ചെയ്യുന്ന ഒരു അണ്ടർലൈൻ സോഫ്റ്റ്വെയർ പാർട്ടുണ്ട്. സോ ദാറ്റ് വിൽ ബി കോംപ്ലെക്സ്. അപ്പോൾ അത് മാത്രമല്ല, അത് പല സെക്യൂരിറ്റി ഫ്ലോസിനെ ഹൈഡ് ചെയ്യുകയും ചെയ്യും. നമുക്ക് വെബ് സെർവറിനെ നമുക്ക് വേണമെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ആയിട്ടുള്ള സംവിധാനത്തിലേക്ക് ഒരു അറ്റാക്ക് ലോഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു എൻട്രി പോയിൻ്റ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ വെബ് സെർവർ ക്യാൻ ബി എക്സ്പ്ലോർഡ് ആസ് എ ലോഞ്ചിങ് പാഡ്. അപ്പോൾ വെബ് സെർവറിലേക്ക് നമുക്കൊരു ആക്സസ് എങ്ങനെയെങ്കിലും അറ്റാക്കർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതിലേക്ക് കളക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ബാക്കിയുള്ള എൻ്റയർ നെറ്റ്വർക്ക് പോർഷൻസിനെയും അതിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നോർമലി നമ്മളെ വെബ് ബേസ് സർവീസുകളൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ കാഷ്വൽ നോർമൽ യൂസേഴ്സ് അല്ലെങ്കിൽ അൺട്രെയിൻഡ് യൂസേഴ്സ് ആയിരിക്കും. അപ്പോൾ അവർക്ക് സെക്യൂരിറ്റി ഇഷ്യൂസ് എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് റിസ്ക് ഉണ്ടാകുകയാണെങ്കിൽ നമ്മളതെങ്ങനെ മാനേജ് ചെയ്യും, അല്ലെങ്കിൽ ടൂൾസ് എന്താണ്, അല്ലെങ്കിൽ കൗണ്ടർ മെഷേഴ്സ് എന്താണെന്നൊന്നും അറിയുന്നുണ്ടാവുന്നില്ല സാധാരണ യൂസേഴ്സിന്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വെബ് സെക്യൂരിറ്റി കൺസിഡർ ചെയ്യേണ്ട ആസ്പെക്ട്സ് ആണ്. സോ നെക്സ്റ്റ് വി വിൽ സീ വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അറ്റാക്സ്. അപ്പോൾ വെബ് സെക്യൂരിറ്റി ത്രെഡ്സ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ നമുക്ക് 2 ടൈപ്പ് അറ്റാക്സ് ക്ലാസിഫിക്കേഷൻ പറയാം. ഒന്ന് പാസീവ് അറ്റാക്കും, ഒന്ന് ആക്റ്റീവ് അറ്റാക്കും. ഇതൊരു ബ്രോഡർ ഒരു പർട്ടിക്കുലർ ഈ സൈഡ് വഴി നോക്കുമ്പോൾ ഉള്ള ഒരു ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ഇങ്ങനെയല്ല പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ പാരാമീറ്റേഴ്സ് നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതിനനുസരിച്ച് ക്ലാസിഫിക്കേഷനും വേരി ചെയ്യാം. അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷൻ മെത്തേഡാണ് പാസീവ് ആൻഡ് ആക്റ്റീവ് അറ്റാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പാസീവ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ഈ അറ്റാക്ക് ചെറിയൊരു ലെവലിലുള്ള അറ്റാക്സിനെയാണ് നമ്മളതിനെ. സോ ഇത് നെക്സ്റ്റ് ഈസ് വെബ് സെക്യൂരിറ്റി ത്രെഡ്സ്. അപ്പോൾ ഇവിടെ ഇതിന് നമുക്ക് അറ്റാക്സിന് നമുക്ക് മെയിനായിട്ട് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: പാസീവ് അറ്റാക്ക് ആൻഡ് ആക്റ്റീവ് അറ്റാക്സ്. അപ്പോൾ ഈ ഒരു രീതിയിൽ മാത്രമല്ല, പല രീതിയിൽ നമുക്ക് അറ്റാക്സിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ അറ്റാക്കിൻ്റെ ഒരു സിവിയറിറ്റി അനുസരിച്ചല്ല അതിന് എങ്ങനെ നമുക്ക് ഏതൊരു ക്രൈറ്റീരിയ വെച്ചാണ് നമ്മൾ അറ്റാക്സിനെ ഡിഫൈൻ ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമുക്ക് ക്ലാസിഫിക്കേഷൻ പോസിബിൾ ആവുക. അപ്പോൾ പാസീവ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ട്രാൻസ്മിഷൻ, അതിനുള്ളിൽ എന്താണോ കമ്മ്യൂണിക്കേഷനിൽ പോകുന്നത് അത് ചോർത്തിയെടുക്കുക. അപ്പോൾ ദാറ്റ് ഈസ് സിംപ്ലി ഈവ്സ് ഡ്രോപ്പിംഗ് ഓൺ എ നെറ്റ്വർക്ക് ട്രാഫിക്. അപ്പോൾ ആ ഇൻഫർമേഷൻ അല്ലെങ്കിൽ വെബ് സെർവറിൽ കിടക്കുന്ന അല്ലെങ്കിൽ വെബ്സൈറ്റിലുള്ള ഇൻഫർമേഷൻ ആക്സസ് ചെയ്യുക. അപ്പോൾ ആക്സസ് ഇല്ല എന്ന് വെച്ചാൽ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഇപ്പോൾ ആക്സസ് പ്രൊവൈഡഡ് അല്ല പബ്ലിക് ആയിട്ടുള്ളവർക്ക്, അങ്ങനെയുള്ള ഇൻഫർമേഷൻ ആക്സസ് ചെയ്യുക. അപ്പോൾ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ആക്സസ് ഉള്ള ഡേറ്റ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നതിനെയാണ് പാസീവ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് അറ്റാക്ക്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇംപേഴ്സണേറ്റിംഗ് അനദർ യൂസർ. ഇംപേഴ്സണേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എയും ബിയും തമ്മിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സി എന്ന് പറഞ്ഞ ആൾ കയറുന്നിട്ട് ആളെന്ത് ചെയ്യും, എ ആണ് അല്ല ബി ആണെന്ന് ബിഹേവ് ചെയ്തിട്ട് മറ്റേ ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഇംപേഴ്സണേഷൻ. അപ്പോൾ വേറൊരാളാണെന്നുള്ള രീതിയിൽ പെരുമാറുന്നതിനാണ് ഇംപേഴ്സണേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ട്രാൻസ്മിഷനിൽ പോകുന്ന മെസ്സേജിൻ്റെ കണ്ടൻസിനെ ഓൾട്ടർ ചെയ്യാം. അതുപോലെ വെബ് സെർവറിലെ കണ്ടൻസിന് അല്ലെങ്കിൽ വെബ്സൈറ്റിലുള്ള കണ്ടൻസിനെ ഓൾട്ടർ ചെയ്യുക. അപ്പോൾ ഇതെല്ലാം കുറച്ചുകൂടെ കൂടിയ ലെവൽ ഓഫ് അറ്റാക്ക്, അതാണ് ആക്റ്റീവ് അറ്റാക്സ് നമ്മളതിനെ പറയുന്നത്. ഇതിപ്പോൾ നമ്മുടെ വെബ് സെക്യൂരിറ്റി ത്രെഡ്സിനെ പല ക്രൈറ്റീരിയ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത റെപ്രസെൻറ്റേഷനാണ് ഇത് കാണുന്നത്. അപ്പോൾ 4 ക്രൈറ്റീരിയയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻറ്റഗ്രിറ്റി അഫക്റ്റ് ചെയ്യുന്ന ത്രെഡ്സ് എന്തൊക്കെയാണ്, കോൺഫിഡൻഷ്യാലിറ്റി അഫക്റ്റ് ചെയ്യുന്നത്, ഡിനയൽ ഓഫ് സർവീസ് ആൻഡ് ഒതൻറ്റിക്കേഷൻ. അപ്പോൾ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ നിന്ന് നമ്മൾ എന്തായിരിക്കുന്നു അത് തന്നെ നമ്മുടെ റിസീവർ സൈഡിൽ എത്തണം. അപ്പോൾ പോകുന്ന വഴിക്ക് ട്രാൻസിറ്റിൽ മെസ്സേജിന് ചേഞ്ച് വരാൻ പാടില്ല, അതുപോലെ യൂസർ ഡേറ്റ ചേഞ്ച് വരാൻ പാടില്ല, മെമ്മറിയിൽ ചേഞ്ച് ഒന്നും വരാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ഇൻറ്റഗ്രിറ്റി അഫക്റ്റ് ചെയ്യുന്ന ത്രെഡ്സാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കണം, നമുക്ക് ഇൻഫർമേഷൻ ലോസ് ആവും, അല്ലെങ്കിൽ ചിലപ്പോൾ മെഷീൻ തന്നെ വർക്ക് ചെയ്യാത്തൊരു സിറ്റുവേഷനിലാവും, അല്ലെങ്കിൽ വേറെ ത്രെഡ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 4th മൊഡ്യൂൾ പഠിക്കുന്നുണ്ട്. ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ മെസ്സേജ് ഒതൻറ്റിക്കേഷന് വേണ്ടി നമ്മൾ മാക് കോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, മെസ്സേജ് ഒതൻറ്റിക്കേഷൻ കോഡ്. നമ്മൾ ചെക്സംസ് എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഇൻറ്റഗ്രിറ്റി എൻഷുർ ചെയ്യണം, അതായത് അയച്ച മെസ്സേജ് തന്നെയാണ് റിസീവർ സൈഡിൽ എത്തിയത്, അല്ലാതെ പോകുന്ന വഴിക്കോ ട്രാൻസിറ്റിലോ അതിന് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പോണൻ്റാണ് ക്രിപ്റ്റോഗ്രാഫിക് ചെക്സം. ഇനി സെക്കൻഡ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ കോൺഫിഡൻഷ്യാലിറ്റി. അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സീക്രസി, അല്ലെങ്കിൽ നമുക്ക് പോകുന്നത് നമ്മുടെ ഇൻഫർമേഷൻ സെക്യൂർ ആക്കി വെക്കുക, വേറെ ആർക്കും ആക്സസ് കിട്ടാണ്ടിരിക്കുക.
അപ്പോൾ അതിനെ അഫക്റ്റ് ചെയ്യുന്ന ത്രെഡ്സാണ് ഈവ്സ്ഡ്രോപ്പിംഗ് നമുക്കറിയാം, ഒരു ഇൻഫർമേഷൻ നമ്മൾ ചോർത്തിയെടുക്കുക എന്ന് പറയും. അതുപോലെ തെഫ്റ്റ് ഓഫ് ഇൻഫോ ഫ്രം സെർവർ, ഇൻഫോ ഫ്രം ക്ലയൻറ്റ്, പിന്നെ ഇൻഫോ അബൌട്ട് നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ നമ്മൾ അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ ചോർത്തിയെടുക്കുക. അതുപോലെ ക്ലയൻറ്റ് സെർവറോട് സംസാരിക്കുന്ന എന്താണോ അത് ചോർത്തിയെടുക്കുക. അപ്പോൾ ഇതെല്ലാം ഈ കോൺഫിഡൻഷ്യാലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ത്രെഡ്സാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണ്? ഇൻഫർമേഷൻ ലോസ് ആയി പോവുക, അല്ലെങ്കിൽ പ്രൈവസി പോവുക. അതാണ് കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ. ആസ് എ കൗണ്ടർ മെഷർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് കോൺഫിഡൻഷ്യാലിറ്റി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന മെത്തേഡാണ് എൻക്രിപ്ഷൻ ഉപയോഗിക്കുക. പ്ലെയിൻ ആയിട്ട് അല്ലെങ്കിൽ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് അയക്കുന്നതിന് പകരം നമ്മൾ എൻക്രിപ്റ്റ് ചെയ്തിട്ട് മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആൻഡ് തേർഡ് ടൈപ്പ് ഓഫ് കാറ്റഗറി ഈസ് ഡിനയൽ ഓഫ് സർവീസ്. എന്ന് വെച്ചാൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് നമ്മൾ നോഡിനെ എത്തിക്കുക. അപ്പോൾ ഒന്നുകിൽ ഏതെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ത്രെഡ്സിനെ കില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് മെസ്സേജ് അയച്ച് നമ്മളെ മെഷീനെ ഫ്ലഡ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക് മെമ്മറി ഫുള്ളാക്കുക, അല്ലെങ്കിൽ DNS അറ്റാക്സ് യൂസ് ചെയ്തിട്ട് ആ മെഷീനെ ഐസൊലേറ്റ് ചെയ്യുക. ഇതൊക്കെ ഡിനയൽ ഓഫ് സർവീസ് ടൈപ്പ് ഓഫ് ത്രെഡ്സ് ആണ്. അപ്പോൾ അതിനൊക്കെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസറിന് പണി നടന്നു കിട്ടില്ല. എന്ന് വെച്ചാൽ അപ്പുറത്ത് എന്തായാലും ഡൗൺ ആക്കിയിട്ടുണ്ടാവും ഈ ഒരു പർട്ടിക്കുലർ അറ്റാക്ക് വഴി. അപ്പോൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. സോ ലാസ്റ്റ് കാറ്റഗറി ഓത്തൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അയക്കുന്ന ആളുടെ ഐഡൻറ്റിറ്റി നമ്മൾ കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഓത്തൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. അപ്പോൾ അതിനെ അഫക്റ്റ് ചെയ്യുന്ന അത് യൂസ് ചെയ്യുന്ന അറ്റാക്സ് എന്ന് പറഞ്ഞാൽ ഇംപേഴ്സണേഷൻ ഓഫ് യൂസേഴ്സ്, അതുപോലെ തന്നെ ഡേറ്റ ഫോർജറി. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്തായാലും കോൺസിക്വൻസ് എന്തായിരിക്കും? ഒരാളാണെന്ന് പറഞ്ഞ് വേറൊരാളായിരിക്കും അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് മിസ് റെപ്രസെൻറ്റേഷൻ ഓഫ് യൂസർ. അതുപോലെ ബിലീഫ് ദാറ്റ് ദ ഫോൾസ് ഇൻഫർമേഷൻ ഈസ് വാലിഡ്. ഇതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഓതൻറ്റിക്കേഷൻ നമുക്ക് കൗണ്ടർ മെഷറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്രിപ്റ്റോഗ്രാഫിക് ടെക്നിക്സ് യൂസ് ചെയ്യാന്നുള്ളതാണ്. സോ ഇത് നമുക്ക് വെബ് സെക്യൂരിറ്റി ത്രെഡ്സിൻ്റെ ഒരു ബ്രീഫ് ക്ലാസിഫിക്കേഷനാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ 4 ആസ്പെക്ട്സ് പറഞ്ഞിട്ടുണ്ട്. അതിനെ അഫക്റ്റ് ചെയ്യുന്ന ത്രെഡ്സ്, അതിന് കറസ്പോണ്ടിങ് കോൺസിക്വൻസ് ആൻഡ് കൗണ്ടർ മെഷേഴ്സ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മെയിനായിട്ട് 3 അപ്രോച്ചുകളാണ്. വെബ് ട്രാഫിക് സെക്യൂരിറ്റിക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 3 അപ്രോച്ചസ്. ഒന്ന് നമുക്ക് നെറ്റ്വർക്ക് ലെവൽ അപ്ലൈ ചെയ്യാം, സെക്കൻഡ് വൺ നമുക്ക് ട്രാൻസ്പോർട്ട് ലെവൽ അപ്ലൈ ചെയ്യാം, ആൻഡ് തേർഡ് ലെവൽ ആപ്ലിക്കേഷൻ ലെവലിൽ അപ്ലൈ ചെയ്യാം. സോ ഫസ്റ്റ് വൺ ഈസ് നെറ്റ്വർക്ക് ലെവൽ അപ്ലൈ. നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, വെബ് സെക്യൂരിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ നെറ്റ്വർക്ക് ലെവൽ ഉപയോഗിക്കാവുന്നതാണ് IPsec അല്ലെങ്കിൽ IP സെക്യൂരിറ്റി. അപ്പോൾ IPsec നമ്മൾ യൂസ് ചെയ്യുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ട്രാൻസ്പെറൻറ്റ് ടു എൻഡ് യൂസേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ. അപ്പോൾ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? ട്രാൻസ്പെറൻറ്റ് ടു എൻഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ യൂസർ നമ്മൾ പ്രത്യേകിച്ച് ട്രെയിൻ ചെയ്യുകയോ അഡീഷണൽ എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുത്ത് ഇത് യൂസ് ചെയ്യാൻ പ്രാപ്തരാക്കുന്ന സിറ്റുവേഷൻ ഒന്നുമില്ല. ഇപ്പോൾ യൂസറിന് ഇതൊന്നും വറീഡ് ആവാണ്ട് തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസിന് ട്രാൻസ്പെറൻറ്റ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഇൻസ്റ്റലേഷനോ അല്ലെങ്കിൽ മോഡിഫിക്കേഷനോ ഇപ്പോൾ ഓൾറെഡി ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ കൂടെ ഇതും കൂടി റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇനി IPsec ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ഫിൽറ്ററിങ് കേപ്പബിലിറ്റി. അപ്പോൾ അത് ഉപയോഗിക്കാൻ നമുക്ക് വേണമെങ്കിൽ സെലക്റ്റഡ് ട്രാഫിക്കിനെ മാത്രം കടത്തിവിടുന്ന രീതിയിൽ വേണമെങ്കിലും പ്രോസസ്സ് ചെയ്യാൻ പറ്റും. നമ്മൾ വെബ് സെക്യൂരിറ്റി നമുക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫസ്റ്റ് അപ്രോച്ചാണ് പറഞ്ഞത്, നെറ്റ്വർക്ക് ലെവലിൽ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി IPsec യൂസ് ചെയ്യാം. ഇനി സെക്കൻഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ലെവലിൽ നമ്മൾ യൂസ് ചെയ്യുക സെക്യൂരിറ്റി എൻഷുർ ചെയ്യാനുള്ള അപ്രോച്ച്. അപ്പോൾ ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ടൊരു ലെയർ വന്നിട്ടുണ്ട്. എവിടെയാണ് വന്നിരിക്കുന്നത്? എബവ് TCP, SSL അല്ലെങ്കിൽ TLS. അപ്പോൾ SSL എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. SSL എന്ന് പറഞ്ഞാൽ സെക്യൂർ സോക്കറ്റ്സ് ലെയർ. അപ്പോൾ അതിനുവേണ്ടി SSLന് യൂസ് ചെയ്യുന്ന ഒരു ഇൻ്റർനെറ്റ് സ്റ്റാൻഡേർഡാണ് ഈ TLS എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഇൻ്റർനെറ്റ് സ്റ്റാൻഡേർഡാണ് TLS എന്ന് പറയുന്നത്. അപ്പോൾ SSL എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് പ്രോട്ടോകോൾസ്. അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് വഴി നമ്മൾ അയക്കുന്ന ഡേറ്റയെ സെക്യൂർ ആക്കുക യൂസിങ് എൻക്രിപ്ഷൻ. അതാണ് സെക്യൂർ സോക്കറ്റ്സ് ലെയർ. നമ്മളതിന് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി പഠിക്കും. ഇനിയിപ്പോൾ ഇത് SSL ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മെയിനായിട്ട് 2 ചോയ്സുകൾ പോസിബിളാണ്. ഒന്നുകിൽ ഇപ്പോൾ കറൻ്റ് ഉപയോഗിക്കുന്ന ഏത് പ്രോട്ടോകോൾ സ്യൂട്ടാണോ അതിൻ്റെ ഒരു പാർട്ടായിട്ട് നമുക്ക് SSL അല്ലെങ്കിൽ TLS യൂസ് ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ കംപ്ലീറ്റ്ലി വേറൊരു പാക്കേജിൽ എംബഡ് ചെയ്തിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ദിസ് ഈസ് ദ സെക്കൻഡ് ലെവൽ ഓഫ് അപ്രോച്ച് ഫോർ വെബ് സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ട് ലെവലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി. സോ തേർഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ ലെവൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ ആപ്ലിക്കേഷൻ ലെവൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ സെക്യൂർ നമ്മൾ പഠിച്ചതാണ്, നമ്മളുടെ മെയിൽസിനെ അല്ല സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സെക്യൂർ MIME. അപ്പോൾ ആപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ട് സെക്യൂരിറ്റി സർവീസുകൾ വേണമെങ്കിൽ നമുക്കത് പർട്ടിക്കുലർ ആപ്ലിക്കേഷനുള്ളിൽ ഇംബഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഓരോ ആപ്ലിക്കേഷൻ്റെയും നീഡ്സ് എന്താണോ അതിനനുസരിച്ച് നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ ഓഫ് വെബ് സെക്യൂരിറ്റി കൺസിഡറേഷൻസ്.